ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിയല്ലേ. നമുക്ക് LGS മാത്രമല്ല 10th ലെവൽ പ്രിലിംസിനും കൂടെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തു പോകുന്നത്. എല്ലാം തന്നെ അവയ്ക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻസിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDF-ഉം എല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം ആപ്പ് വഴിയായിരിക്കും. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റുമൊക്കെ കൃത്യമായിട്ട് അപ്പോൾ തന്നെ കിട്ടാനായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ടെലിഗ്രാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് PSC നടത്തിയിട്ടുള്ള LGS നിലവാരമുള്ള ചോദ്യപേപ്പറാണ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓരോ ചോദ്യവും ചെയ്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും പഠിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം ആ ഭാഗം എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിരവധി ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മേഖലകൾ ഒന്നിച്ച് കവർ ചെയ്ത് പോകും. പിന്നെ ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞു കണ്ടു സൗണ്ട് കുറവാണെന്നുള്ളത്. നമ്മളത് പരിഹരിക്കട്ടെ, ഉടനെ തന്നെ അത് റിസോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. SCERT ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: പെട്രോളിയവും പ്രകൃതിവാതകവും. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉപ ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ദിഗ്ബോയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. ഇവിടെ എന്താ പറഞ്ഞത്? അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തതെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ദിഗ്ബോയ് ആണ്, അസം. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണെന്ന്. മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയുണ്ട്. അതേതാണ്? അത് ജാംനഗർ ആണ് കേട്ടോ. ജാംനഗർ ഗുജറാത്തിലാണ്. ജാംനഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ ആണ്, ഗുജറാത്ത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം, അത് ദിഗ്ബോയ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം അസമിലെ ദിഗ്ബോയ് ആണ്. ഇനി ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച ഒരു എണ്ണപ്പാടാണ്. അതാണ് അങ്കലേശ്വർ ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലെ അങ്കലേശ്വർ ആണ് ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം. ഇനി
ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി അതാണ് മുംബൈ ഹൈ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. മുംബൈ ഹൈ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ഈ മുംബൈ ഹൈ ഇന്ത്യയിലെ പുറം കടൽ എണ്ണപ്പാടമാണ്. അതായത് ഓഫ് ഷോർ ഓയിൽ ഫീൽഡ്. ഓഫ് ഷോർ ഓയിൽ ഫീൽഡ് ആണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ. എന്നാൽ ആസാമിലെയും ആന്ധ്രാപ്രദേശിലെയും ഗുജറാത്തിലെയും എണ്ണപ്പാടങ്ങളൊക്കെ ഓൺ ഷോർ ഓയിൽ ഫീൽഡിന് ഉദാഹരണമാണ് കേട്ടോ. ആസാമിലെയും ആന്ധ്രാപ്രദേശിലെയും ഗുജറാത്തിലെയും ഒക്കെ എണ്ണപ്പാടങ്ങൾ ഓൺ ഷോർ ഓയിൽ ഫീൽഡിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ജാംനഗർ എന്ന് പറഞ്ഞു. അത് ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ദിഗ്ബോയ് ആണ് ആസാമിലെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച എണ്ണപ്പാടമാണ് ഗുജറാത്തിലെ അങ്കലേശ്വർ എന്നും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ എന്ന് പറഞ്ഞു. മുംബൈ ഹൈ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു 2 തരത്തിലാണ് ഓയിൽ ഫീൽഡ് ഉള്ളത്. മഹാരാഷ്ട്രയിലെ ഈ ഒരു മുംബൈ ഹൈ എന്നത് ഇന്ത്യയിലെ പുറം കടൽ എണ്ണപ്പാടമാണ്. ആസാമിലെയും ഗുജറാത്തിലെയും ആന്ധ്രാപ്രദേശിലെയും ഒക്കെ എണ്ണപ്പാടങ്ങൾ ഓൺ ഷോർ ഓയിൽ ഫീൽഡ്സും ആണ്. ഓക്കെ, ഇനി ജാരയാണ് ബാക്കിയുള്ളത്. ജാര എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാരിയ. ഝാരിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ് കേട്ടോ. ഝാരിയ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാരിയ. ഓക്കെ, അടുത്ത ചോദ്യം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയാണ് പ്രാഥമിക മേഖല. SRT ടെക്സ്റ്റ് നമുക്ക് നോക്കാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO വർഗീകരിച്ചിട്ടുണ്ട്. അത് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇവിടെ നോക്കൂ, പ്രാഥമിക മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. ഇത് അങ്ങനെ തന്നെയല്ലേ നമുക്ക് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ പട്ടിക പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഉപകരിക്കില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ദ്വിതീയ മേഖല നോക്കാം. വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. വ്യവസായം, വൈദ്യുത ഉൽപാദനം, കെട്ടിട നിർമ്മാണം എന്നിവ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. തൃതീയ മേഖല നോക്കുകയാണെങ്കിൽ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം തന്നെ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കാര്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. CSOയെ കുറിച്ചാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പ്രധാന ചുമതലകൾ: സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ച് ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഓക്കെ, ഇതാണ് CSOയുടെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവ കണ്ടു അല്ലെ? വേർതിരിച്ച് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ. ഇവിടെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ? ചതുഷ്ടയ വിഭാഗം അല്ലെങ്കിൽ ചതുർത്ഥ വിഭാഗ പ്രവർത്തനങ്ങൾ.
തൃതീയ വിഭാഗത്തിന്റെ ഉപവിഭാഗത്തിൽപ്പെടുന്നതാണ് ചതുഷ്ടയ വിഭാഗം അല്ലെങ്കിൽ ചതുർത്ഥ വിഭാഗ പ്രവർത്തനം. അതുപോലെ ഒന്നുകൂടി ഉണ്ട് പഞ്ചമ വിഭാഗ പ്രവർത്തനം. ഈ ചതുർത്ഥ വിഭാഗം അല്ലെങ്കിൽ ക്വാട്ടേണറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ജ്ഞാനവും സാങ്കേതിക വൈദഗ്ധ്യവും അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഈ ചതുഷ്ടയ വിഭാഗത്തിൽ വരുന്നത്. ജ്ഞാനവും സാങ്കേതിക വൈദഗ്ധ്യവും അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ചതുഷ്ടയ വിഭാഗത്തിൽ വരുന്നത്. വിഭാഗങ്ങളുമായി നേരിട്ട് ബന്ധം അതുപോലെ ഗവേഷണത്തെയും വികസനത്തെയും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഈ ചതുഷ്ടയ മേഖലയിൽ അല്ലെങ്കിൽ ചതുർത്ഥ മേഖലയിൽ വരുന്നത്. ഓക്കെ, ചതുർത്ഥ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാ വരുന്നത് നോക്കുകയാണെങ്കിൽ വിവരശേഖരണം, വിവരോൽപാദനം, വിവരപ്രസരണം ഇവയൊക്കെയാണ് ചതുർത്ഥ മേഖലയിൽ വരുന്നത്. അടുത്തത് പഞ്ചമ വിഭാഗ പ്രവർത്തനങ്ങളാണ്. പഞ്ചമ വിഭാഗത്തിൽ വരുന്നത് അല്ലെങ്കിൽ ക്യൂനറി ആക്ടിവിറ്റീസിൽ വരുന്നത് ഏറ്റവും ഉയർന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള നയരൂപകർത്താക്കളുടെ പ്രവർത്തനങ്ങളാണ്. ഏറ്റവും ഉയർന്ന തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെയും നയരൂപകർത്താക്കളുടെയും പ്രവർത്തനങ്ങളാണ് ഈ ഒരു പഞ്ചമ വിഭാഗ പ്രവർത്തനങ്ങളിൽ വരുന്നത്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന പ്രത്യേക തൊഴിൽ വൈദഗ്ധ്യമുള്ള സീനിയർ ബിസിനസ് എക്സിക്യൂട്ടീവുകൾ. അതുപോലെ രണ്ടാമത് വരികയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷകരായ ശാസ്ത്രജ്ഞന്മാർ, സാമ്പത്തിക നിയമ ഉപദേഷ്ടാക്കൾ ഇവരൊക്കെയാണ് പഞ്ചമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെയും നയരൂപകർത്താക്കളുടെയും പ്രവർത്തനങ്ങളാണ് പഞ്ചമത്തിൽ വരുന്നത്, പഞ്ചമ വിഭാഗത്തിൽ വരുന്നത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന പ്രത്യേക തൊഴിൽ വൈദഗ്ധ്യമുള്ള സീനിയർ ബിസിനസ് എക്സിക്യൂട്ടീവുകൾ വരും, സർക്കാർ ഉദ്യോഗസ്ഥർ വരും, ഗവേഷകരായ ശാസ്ത്രജ്ഞന്മാർ വരും, സാമ്പത്തിക നിയമ ഉപദേഷ്ടാക്കൾ വരും. ഇത്രയും ആൾക്കാർ പഞ്ചമ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ഈ പഞ്ചമ വിഭാഗത്തിൽ പെടുന്നവരെ നമ്മൾ സ്വർണ്ണ കോളർ തൊഴിലാളികൾ അല്ലെങ്കിൽ ഗോൾഡൻ കോളർ തൊഴിലാളികൾ എന്ന് പറയാറുണ്ട് കേട്ടോ. സ്വർണ്ണ കോളർ തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത് പഞ്ചമ വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പൊ പ്രാഥമികം, ദ്വിതീയം, തൃതീയം നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പറയുന്നതാണ് ചതുഷ്ടയ മേഖല, അതുപോലെ പഞ്ചമ മേഖല, പഞ്ചമ വിഭാഗ പ്രവർത്തനങ്ങൾ, അതുപോലെ ചതുർത്ഥ വിഭാഗ പ്രവർത്തനങ്ങൾ. അത് തൃതീയ വിഭാഗത്തിന്റെ ഉപവിഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അതില് ചതുർത്ഥ വിഭാഗത്തിൽ എന്തൊക്കെയാ പെടുന്നത്? ഗവേഷണത്തെയും വികസനത്തെയും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ചതുർത്ഥ വിഭാഗത്തിൽ വരുന്നത്. വിവരശേഖരണം, വിവരോൽപാദനം, വിവരപ്രസരണം ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. പഞ്ചമ വിഭാഗത്തിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഏറ്റവും ഉയർന്ന തലത്തിൽ തീരുമാനമെടുക്കുന്നവരുടെയും നയരൂപകർത്താക്കളുടെയും മേഖലയാണ് ഈ പഞ്ചമ വിഭാഗം എന്ന് പറഞ്ഞു. അതുപോലെ സ്വർണ്ണ കോളർ തൊഴിലാളികൾ എന്നറിയപ്പെടുന്നതും പഞ്ചമ വിഭാഗമാണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഈ ചോദ്യത്തെക്കുറിച്ച് നമ്മൾ SCRT-യിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിന്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ജവഹർലാൽ നെഹ്റുവിന്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അതിനെ തുടർന്ന് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ISRO-യുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം ഇതിന്റെ കീഴിലായി. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണം, ISRO രൂപീകരിച്ചത് 1969 ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ബാക്കി നോക്കാം.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ആര്യഭട്ട എപ്പോഴാണ് വിക്ഷേപിക്കുന്നത്? 1975 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഉപഗ്രഹങ്ങൾക്കു പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾക്കു പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിന്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഇവിടെ വേണ്ടപ്പെട്ട പോയിന്റ്സ് നമുക്കിവിടെ നോക്കാം. 1969 ISROയുടെ രൂപീകരണം. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അതുപോലെ 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, 1962 ജവഹർലാൽ നെഹ്റുവിന്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി, അതായത് ഇൻകോസ്പാർ രൂപീകൃതമായി എന്ന് പറഞ്ഞു. ഇൻകോസ്പാർ രൂപീകൃതമായി എന്ന് പറഞ്ഞു. ഇൻകോസ്പാർ എപ്പോഴാണ് രൂപീകൃതമാവുന്നത്? 1962 ISRO രൂപീകൃതമാകുന്നത് 1969. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിലാണ്, തിരുവനന്തപുരത്ത്. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹമാണ് കേട്ടോ. ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ആണ്. ഓക്കെ, നമുക്കിവിടെ പറയാനുള്ള മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം നിലവിൽ വരുന്നത് കുലശേഖര പട്ടണമാണ്. തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണം ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖമാണ്. കുലശേഖര പട്ടണം അത് വരുന്നത് തമിഴ്നാട് ജില്ലയിലാണ് കേട്ടോ. അത് വരുന്നത് തമിഴ്നാടിലാണ്. തമിഴ്നാട് സ്റ്റേറ്റിലെ കുലശേഖര പട്ടണത്തിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം. SCERT-ൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. റെയിൽ ഗതാഗതത്തിൽ പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽവേ ഗതാഗതം. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത്. 1853 ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. ഭരണ നിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ 16 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല എവിടെയാണ്? ഇന്ത്യയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ. സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽവേ ഗതാഗതം. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. എന്നാണ് 1853. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. എവിടെയായിരുന്നു? മുംബൈ മുതൽ താനെ വരെ. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. ഭരണ നിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ 16 മേഖലകളായി തിരിച്ചിരിക്കുന്നു. പക്ഷെ എന്നാൽ ഇപ്പൊ നിലവില് 18 മേഖലകളുണ്ട് കേട്ടോ. 18 മേഖലകളാണ്, അല്ലെങ്കിൽ 18 റെയിൽവേ സോണുകളാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യൻ റെയിൽവേ
ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം ദി ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നായിരുന്നു കേട്ടോ. ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം റെയിൽ ഭവൻ ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം. ഇനി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ഭോലു എന്ന ആനക്കുട്ടിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്താണ്? രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. അതായത് ലൈഫ് ലൈൻ ഓഫ് ദി നേഷൻ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951-ലാണ്. 1951-ലാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കുന്നത്. 1951-ലാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കുന്നത്. ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനമാണ് സിക്കിം. സിക്കിമാണ് ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്നത് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. രാജ്യത്താകമാനം 1309 സ്റ്റേഷനുകളുടെ വികസനമാണ് ഈ ഒരു സ്കീമിന് കീഴിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത് കേട്ടോ. ഇനി റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സൺ ആൻഡ് സിഇഒ ആയിട്ട് നിയമിതയായിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ശ്രീമതി ജയവർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സൺ ആൻഡ് സിഇഒ ആയിട്ട് നിയമിതയായ ആദ്യ വനിത. റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സൺ ആൻഡ് സിഇഒ ആയി നിയമിതയായ ആദ്യ വനിതയാണ് ശ്രീമതി ജയവർമ്മ സിൻഹ. നിലവിലെ ഇന്ത്യൻ റെയിൽവേയുടെ ചെയർമാനും സിഇഒ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആയിട്ടുള്ളത് സതീഷ് കുമാർ. അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞത് ഇവിടെ? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം ദി ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലർ റെയിൽവേ എന്നാണ്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം റെയിൽ ഭവൻ ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ഭോലു എന്ന ആനക്കുട്ടിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ലൈഫ് ലൈൻ ഓഫ് നേഷൻ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നാണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം 1951-ആണ്. ഇന്ത്യൻ റെയിൽവേ പാത ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം സിക്കിമാണ്. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. പിന്നെ റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സൺ ആൻഡ് സിഇഒ ആയി നിയമിതയായ ആദ്യ വനിതയാണ് ശ്രീമതി ജയവർമ്മ സിൻഹ. ഇപ്പോഴത്തെ റെയിൽവേയുടെ സിഇഒ ആൻഡ് ചെയർപേഴ്സൺ സതീഷ് കുമാർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882-ൽ ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഇവിടെ നോക്കിയ ചോദ്യത്തിൽ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കിടപ്പുണ്ട്. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882-ൽ ബംഗാളി നോവലിസ്റ്റ് ആയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ്. ഓക്കെ, ഏതാണ് നോവൽ? ആ നോവൽ ആനന്ദ മഠമാണ്. SCRT-യിലെ ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. സാഹിത്യവും ദേശീയതയും. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനുമെതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. രാജ്യത്തെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിച്ചു. ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേതു കൂടിയാണെന്ന് അനുഭവപ്പെട്ടു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥക്കെതിരായി പ്രതിഷേധിക്കുവാൻ മുന്നോട്ട് വന്നു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. ഇത് ജനങ്ങളിൽ ചൂഷണ വിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിനായി കാരണമായി. മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും
സാക്ഷരരായ വരേണ്യ വർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠമാണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠമാണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ബംഗാളി നാടകകൃത്തായ ദീനബന്ധുമിത്ര രചിച്ച നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു. നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. ഇവിടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ബംഗാളി നാടകകൃത്തായ ബംഗാളി നാടകകൃത്തായ ദീനബന്ധുമിത്ര രചിച്ചതാണ് നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെക്കുറിച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നമ്മൾ പറഞ്ഞു നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ. ദേശീയ ഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേശീയ ഗീതം രചിച്ചിട്ടുള്ള ഭാഷ യഥാർത്ഥത്തിൽ ബംഗാളി ലിപിയിൽ എഴുതിയിട്ടുള്ള സംസ്കൃതമാണ്. അപ്പോൾ PSCയുടെ ആൻസർ കീ പ്രകാരം ബംഗാളിയാണ് കേട്ടോ, ബംഗാളി ഭാഷയിലാണെന്ന് പഠിക്കുക. ഇനി ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള നോവൽ നമ്മൾ പറഞ്ഞു ആനന്ദമഠമാണെന്ന് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ ദേശീയ ഗീതത്തെ പറ്റി പരാമർശിച്ചിട്ടില്ല. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 സെപ്റ്റംബർ 28 കൊൽക്കത്ത സമ്മേളനമാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്രീ അരബിന്ദോ ആണ്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്രീ അരബിന്ദോ ആണ്. അരബിന്ദോ. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. ദേശ് രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയ വ്യക്തിയാണ് ജഗ്ഗുനാഥ് ഭട്ടാചാര്യയാണ് ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. വന്ദേമാതരത്തിന്റെ തമിഴ് പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത് സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതി. ഇനി 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ചിട്ടുണ്ടായിരുന്നു. അത് ആലപിച്ചത് സരള ദേവി ചൗധറാണിയാണ്. 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ചിട്ടുള്ളത്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ ഗീതത്തെ പറ്റി പരാമർശിച്ചിട്ടില്ല. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 സെപ്റ്റംബർ 28 നടന്ന കൊൽക്കത്ത സമ്മേളനമാണ്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്രീ അരബിന്ദോ ആണ്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗമാണ് ദേശ് രാഗം. ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയ വ്യക്തി ജഗ്ഗുനാഥ് ഭട്ടാചാര്യ. ഇനി 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിക്കുകയുണ്ടായി. അത് ആലപിച്ചത് സരള ദേവി ചൗധറാണിയാണ്.
വന്ദേ മാതരത്തിന്റെ തമിഴ് പരിഭാഷ നിർവഹിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി. ഇനി ഈ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള കപാല കുണ്ഡല എന്നതും ദുർഗേശ നന്ദിനി എന്നതും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തന്നെ കൃതികളാണ്. ഇതിൽ ഈ ദുർഗേശ നന്ദിനി എന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവലാണ് കേട്ടോ. ദുർഗേശ നന്ദിനി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവലാണ്. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അറിയപ്പെടുന്നത്. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവലാണ് ദുർഗേശ നന്ദിനി. കപാല കുണ്ഡലയും അദ്ദേഹത്തിന്റെ തന്നെ കൃതിയാണ്. ഗീതാഞ്ജലി രചിച്ചിട്ടുള്ളത് ടാഗോറാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണ്? 52 സെക്കൻഡ് ആണ് കേട്ടോ. 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ വേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം 52 സെക്കൻഡ് ആണ്. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ പതിപ്പ് പാടാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ് ആണ് കേട്ടോ. 20 സെക്കൻഡ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ പതിപ്പ് പാടാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ് ആണ്. ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് 10 തവണ ആവർത്തിച്ചിട്ടുണ്ട്. 10 തവണ ആവർത്തിക്കുന്നുണ്ട്. ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് 10 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഇനി ദേശീയ ഗാനം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്, ഇന്ത്യയുടെ ദേശീയ ഗാനം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചിട്ടുള്ളത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചിട്ടുള്ളത്. അത് ഹിന്ദി പതിപ്പാണ് കേട്ടോ അംഗീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമനയുടെ ഒറിജിനൽ പതിപ്പ് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ബംഗാളി ഭാഷയിലാണ് ജനഗണമനയുടെ ഒറിജിനൽ പതിപ്പ് ഉള്ളത്. ഇനി ജനഗണമന ആദ്യമായി പൊതുവേദിയിൽ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൽക്കട്ട സമ്മേളനമാണ്. 1911 ഡിസംബർ 27 നടന്ന കൽക്കട്ട സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി പൊതുവേദിയിൽ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അന്ന് ജനഗണമന ആദ്യമായി ആലപിച്ച വനിത ആരാണ്? അത് സരളാദേവി ചൗധറാണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു സരളാദേവി ചൗധറാണി 1905 വന്ദേ മാതരം ആലപിക്കുന്നത്. അത് കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ബനാറസ് കോൺഗ്രസ് സമ്മേളനമാണ് കേട്ടോ. കൺഫ്യൂഷൻ ആയി പോവല്ലേ. 1911 ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചു. 1905 ദേശീയ ഗീതമാണ് കേട്ടോ. ഓക്കെ, ജനഗണമനയുടെ ഇംഗ്ലീഷ് പതിപ്പ് എഴുതിയത് ആരാണ്? ജനഗണമനയുടെ ഇംഗ്ലീഷ് പതിപ്പ് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് കേട്ടോ. ജനഗണമനയുടെ ഇംഗ്ലീഷ് പതിപ്പ് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇംഗ്ലീഷ് പതിപ്പിന്റെ പേരെന്താണ്? ജനഗണമനയുടെ ഇംഗ്ലീഷ് പതിപ്പിന്റെ പേര് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നതാണ്. ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഇനി ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരാളുണ്ട്. ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ഇനി ജനഗണമനയുടെ വരികൾ എടുത്ത ടാഗോറിന്റെ ഗാനം, ആ ഗാനത്തിന്റെ പേരാണ് ഭാരത് ഭാഗ്യ വിധാത. ജനഗണമനയുടെ വരികൾ എടുത്ത ടാഗോറിന്റെ ഗാനമാണ് ഭാരത് ഭാഗ്യ വിധാത. ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസികയാണ് തത്വബോധിനി മാസിക. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയ രാഗമാണ് ശങ്കരാഭരണമാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയ രാഗം. ദേശീയ ഗീതം ഏതായിരുന്നു? ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയ രാഗം ദേശ് ഗീതമാണ്. ദേശീയ ഗാനം ശങ്കരാഭരണമാണ്. കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓർക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. ദേശീയ ഗാനത്തിന് ഈണം നൽകിയത് ആരാണ്? ദേശീയ ഗാനത്തിന് ഈണം നൽകിയത് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ് ദേശീയ ഗാനത്തിന് ഈണം നൽകിയത്. അപ്പോൾ ദേശീയ ഗീതത്തിന്റെയോ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നല്ലേ, ജഗ്ഗുനാഥ് ഭട്ടാചാര്യയാണ് ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. ദേശീയ ഗാനത്തിന് ഈണം നൽകിയിട്ടുള്ളത് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ്. ഓക്കെ,
നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജനഗണമനയുടെ ഒറിജിനൽ പതിപ്പ് ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ജനഗണമനയുടെ വരികൾ എടുത്ത ടാഗോറിന്റെ ഗാനം ഭാരത് ഭാഗ്യ വിധാത എന്നതാണ്. ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക തത്വബോധിനി മാസികയാണ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ പതിപ്പ് 20 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ പതിപ്പ് പാടാനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ദേശീയ ഗാനത്തിന് ഈണം നൽകിയ വ്യക്തി ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ്. ജനഗണമന ആദ്യമായി പൊതുവേദിയിൽ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൽക്കട്ട സമ്മേളനമാണ്. ജനഗണമന ആദ്യമായി ആലപിച്ച വനിത സരളാദേവി ചൗധരാണിയാണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പതിപ്പ് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പതിപ്പിന്റെ പേര് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഇനി ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് 10 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് 10 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ജനഗണമനയുടെ മലയാള പരിഭാഷ തയ്യാറാക്കിയ വ്യക്തി കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. പഠിച്ചിരിക്കാട്ടോ, 1976 ഭേദഗതി നിയമം വഴി മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി അനുസരിച്ചാണ് 10 ചുമതലകൾ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉത്തരം 42ാം ഭേദഗതി എന്നതാണ്. 42ാം ഭേദഗതി വഴിയാണ് ഈ ഒരു മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 11 മൗലിക ചുമതലകളുണ്ട്. 1976 വന്നിട്ടുള്ള 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക ചുമതലകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ 4ാം ഭാഗത്തിൽ ചേർത്തു. എന്നാൽ 2002 വന്നിട്ടുള്ള 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു അടിസ്ഥാന കടമ കൂടി കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ 11 ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 11 ചുമതലകളാണ് ഇപ്പോൾ ഉള്ളത്. വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു മൗലിക കർത്തവ്യമാണ് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 42ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചൊന്ന് പഠിക്കാം. 42ാം ഭരണഘടനാ ഭേദഗതി 1976 വന്നു എന്ന് പറഞ്ഞു. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1977 ആണ് കേട്ടോ. 1977 ജനുവരി 3-നാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, 42ാം ഭരണഘടനാ ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് 42ാം ഭരണഘടനാ ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി. ഈ ഒരു ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഫഖറുദ്ദീൻ അലി അഹമ്മദ്. ഫഖറുദ്ദീൻ അലി അഹമ്മദ് ആണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി. അപ്പോൾ പ്രധാനമന്ത്രി ആരാണ്? 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഓക്കെ, 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫഖറുദ്ദീൻ അലി അഹമ്മദ് ആണ്. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇനി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളുണ്ട്. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പറഞ്ഞത്? ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി.
സ്വരൺ സിംഗ് കമ്മിറ്റി. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫഖറുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫഖറുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് 1977 ജനുവരി 3-നാണ്. 1977 ജനുവരി 3-നാണ്. ഈ ഒരു ഭേദഗതിയിലൂടെ സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി എന്നീ 3 അഖണ്ഡത എന്നീ 3 വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുന്നില്ല. അത് ഏതാണ് ആ അവകാശം? വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21-ലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 21-ലാണ് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ഇത് മൗലിക അവകാശത്തിൽ പെടുന്നതല്ല. DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. നിർദ്ദേശക തത്വത്തിൽ ആർട്ടിക്കിൾ 39D-യിൽ പറയുന്നതാണ് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന ഭാഗത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം എന്നത്. ഇനി സമത്വത്തിനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഭാഗത്തിൽ സമത്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം എന്നത് നിർദ്ദേശക തത്വം അനുച്ഛേദം 39D പ്രകാരമാണ് പറയുന്നത്. അത് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 21 ആണെന്ന് നമ്മൾ പറഞ്ഞു. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 21. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് കേട്ടോ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇനി 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ ഒരു അവകാശം തടയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഈ ഒരു അവകാശം അനുവദിക്കുന്നത് തടയാനായിട്ട് സാധിക്കില്ല. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി കാലഘട്ടത്തിൽ പോലും ഈ അവകാശം ആർട്ടിക്കിൾ 21 എന്നത് അനുവദിക്കുന്നത് തടയാനായിട്ട് കഴിയില്ല. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നതാണ്. ഈ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി ഒരു വിധിയിലൂടെയാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ആ കേസ് ഏതാണ്? KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. 2017 കേട്ടോ. ഇനി ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മൾ ഭരണഘടനയിൽ പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 മുതൽ അനുച്ഛേദം 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കണം. പൗരന് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. പൗരൻ സ്വീകരിച്ച മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ഇതൊക്കെയാണ് മതേതരത്വം എന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 25(1) ലാണ്
സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 25(1)ലാണ്. ആർട്ടിക്കിൾ 25(1)ലാണ് മൗലികാവകാശമായി ഈ ഒരു അവകാശം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അവകാശം പൗരന്മാർക്കും അതുപോലെ വിദേശികൾക്കും അനുവദനീയമാണ് കേട്ടോ. പൗരന്മാർക്കും അതുപോലെ വിദേശികൾക്കും അനുവദനീയമാണ്. ഇനി സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 14 അനുച്ഛേദം 14 പ്രകാരം ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ സമത്വവും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കാനായിട്ട് പാടില്ല. ഒരു പൗരന് നിയമത്തിനു മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരുപോലെ സംരക്ഷിക്കും എന്ന് ഈ ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 14ലാണ് നിയമത്തിനു മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്ന ആശയം പറയുന്നത്. എന്നാൽ ഈ ഒരു ആർട്ടിക്കിൾ 14 പ്രകാരം രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർക്ക് ഈ ഒരു നിയമത്തിനു മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഒരു ഇളവ് ലഭിക്കുന്ന പദവികളാണ് കേട്ടോ. രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർക്ക് ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിനു മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവികളാണ്. അപ്പൊ അതൊരു എക്സെപ്ഷൻ ആയിട്ടൊന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇനി മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം ഭാഗത്തിൽ പരാമർശിച്ചിട്ടുള്ള പൗരന്മാർക്കുള്ള മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ 6 മൗലിക അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 എണ്ണമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. ലോകത്തിൽ ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യം സ്പെയിനാണ്. സ്പെയിനിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് കടമെടുത്തിട്ടുള്ളത്. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റിയാണ് കേട്ടോ. തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം 4ആണ്. ഭാഗം 4ലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ്. അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന അനുച്ഛേദം വരുന്നത്. ഭാഗം 4ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത്. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ള രാജ്യം അയർലൻഡാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റിയാണ്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം 4ആണ്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. അതിൽ ആർട്ടിക്കിൾ 39 പ്രകാരം 6ഓളം തത്വങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. രാഷ്ട്രം അനുവർത്തിക്കേണ്ട 6ഓളം തത്വങ്ങളെ ആർട്ടിക്കിൾ 39 പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 39 പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ആർട്ടിക്കിൾ 39D-യിലാണ് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 39D-യിലാണ് പരാമർശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും
ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFs എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.